നമുക്ക് നാടൻ കോഴി എങ്ങനെ വറുത്തരച്ച് വെക്കാം എന്ന് നോക്കാം. അതിനായി നാടൻ കോഴി വൃത്തിയാക്കി എടുത്തത് 2 കിലോ, കുമ്പളങ്ങ 250 ഗ്രാം, പെരുംജീരകം, കുറച്ച് ഗരം മസാല, കുറച്ച് ഇഞ്ചി, ചുമന്നുള്ളി വെളുത്തുള്ളിയും കുറച്ച് നന്നാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 6 അല്ലിയാണ് വരുള്ളൂ. പിന്നെ തേങ്ങ പച്ച തേങ്ങയല്ല എടുത്തിരിക്കുന്നത്, കൊപ്രയാണ്. വെള്ളമൊക്കെ വറ്റിക്കിടക്കുന്ന തേങ്ങകൾ ഉണ്ടാവില്ലേ, നമ്മൾ നാളികേരം വെട്ടുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ആ തേങ്ങ വരുന്ന ആ ഒരു ടൈപ്പ് പാകത്തിലുള്ള കൊപ്രയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാടൻ കോഴി വേവിക്കാം. വേവ് കൂടുതലായിരിക്കും നാടൻ കോഴിക്ക്. ഞാൻ ഏകദേശം ഒരു 8 വിസിൽ വരുന്നവരെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പ് ആദ്യം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉപ്പിടുക, പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. ഞാൻ വെള്ളം അധികം ഒഴിക്കാതിരുന്നത്, വെള്ളം അധികമായി അങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങും വിസിലടിക്കുമ്പോൾ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് നാളികേരം വറുത്തെടുക്കാനായിട്ട് നോക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ കൊപ്ര സ്മോൾ പീസായി അരിഞ്ഞ് മിക്സിയുടെ പൊടിക്കണ ജാറിലിട്ട് ഞാൻ അടിച്ചെടുത്തതാണ്. അപ്പോൾ അത് ഈക്വലായിട്ട് കണ്ടോ, എല്ലാം ഒരേ സൈസിലായിട്ട് നമുക്ക് കിട്ടും. ചെറിയ ചെറിയ പീസാക്കി മിക്സിയുടെ പൊടിക്കണ ജാറിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല നാളികേരം നമുക്ക് കിട്ടും. ഇനി അതിലേക്ക് കുറച്ച് ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട്. ഒരു 6 വെളുത്തുള്ളിയുടെ അല്ലി നന്നാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരുംജീരകം ഏകദേശം 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി അത് നമുക്ക് വറുത്തെടുക്കാം. നാളികേരം നന്നായി ബ്രൗൺ കളറാകുന്ന രീതിയിൽ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഒരു ഏകദേശം നാളികേരം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ ഇടാം, കുഴപ്പമില്ല. നന്നായി ഇളക്കി കൊടുക്കുക, പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, നല്ല ബ്രൗൺ കളറിൽ നാളികേരം വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോഴി വേവിച്ച് വെച്ചത് നോക്കാം, എങ്ങനെ വെന്തോ എന്ന് നോക്കാം. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കുക. കോഴി വേവ് കുറവാണെങ്കിൽ നമുക്ക് കൂടുതൽ വിസിലടിക്കാം. ഇതിൽ വെന്തിട്ടുണ്ട്, അതുകൊണ്ട് കുമ്പളങ്ങ ഇട്ട് ഒരൊറ്റ വിസിലടിച്ചാൽ മതി. അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് നാളികേരം വറുത്തത് മിക്സിയുടെ ജാറിലിട്ട് നമുക്കത് അടിച്ചെടുക്കാം. നന്നായി അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് കോഴി വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് ഉള്ളി ചെറുതായി അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. ചുമന്നുള്ളി മൂപ്പിച്ച് കോഴിക്കറിയിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. അതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രൗൺ കളറായി അല്ലേ. ഇനി നമുക്ക് അതിലേക്ക് കോഴി ഇപ്പോൾ കറക്റ്റ് വേവായി നമുക്ക് കയ്യിലിരിക്കേണ്ടത്, അതെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അരച്ച് വെച്ച അരപ്പ് കോഴിയിലേക്ക് ചേർക്കുക. അരപ്പ് നമ്മൾ ഒഴിച്ചതിന് ശേഷം നന്നായി തിളപ്പിക്കേണ്ടതാണ്. അരപ്പ് കോഴിയുടെ എല്ലാ പീസിലേക്ക് നന്നായി പിടിക്കുന്നവരെ വറ്റിക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുക.
ഗരം മസാല നമ്മൾ പാക്കറ്റ് വാങ്ങിച്ച് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് കടയിലൊക്കെ കിട്ടും. ആ പാക്കറ്റ് ഒന്ന് ചൂടാക്കി പൊടിച്ചാൽ മതി. ഞാൻ ഉപ്പ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഓരോരുത്തരും ഉപ്പ് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം. അപ്പോൾ നാടൻ കോഴിക്കറി, വറുത്തരച്ച നാടൻ കോഴിക്കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഇഷ്ടമായെങ്കിൽ ബെല്ലൈക്കൺ ഓളാക്കിയാൽ ഞാനിടുന്ന വീഡിയോ കിട്ടുന്നത്.